പെർസ്പെക്റ്റീവ് ആണ്. ഡോക്ടർക്ക് അതിനകത്ത് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ലേ? അല്ല, ഒരാൾക്ക് അയാളെക്കാളും പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ, ആണുങ്ങളുടെ കാര്യമാണല്ലോ നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നത്, പ്രായം കൂടിയ ഒരു സ്ത്രീയെ നമ്മൾ അതിനകത്ത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു, അതിന് ഉത്തരം ഡോക്ടർ പറഞ്ഞേ പറ്റൂ. അല്ല, ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നിന്ന് വെച്ചോളൂ, പ്രായം കൂടുതൽ ഒരാളോട് ഇഷ്ടം തോന്നിന്ന് വെച്ചോ. അപ്പൊ ഒരുപാട് കപ്പിൾസ് ഉണ്ടല്ലോ അങ്ങനെ. ഡോക്ടറുടെ ഒരു മകനാണ് അത് ചെയ്യുന്നെങ്കിൽ ഡോക്ടർക്ക് മകനോടൊന്ന് വിചാരിക്കുക, ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ ഇഫ് ദാറ്റ്സ് മൈ സൺസ് ചോയ്സ്. ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ. ഐ എം നോട്ട് എ പാരന്റ് ഹു വുഡ് എന്താ പറയാ ഗോ ആൻഡ് ടെൽ മൈ സൺ വാട്ട് ടു ഡു. ഡോക്ടർ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താണ് ഡോക്ടർ പ്രശ്നം? അത് അവരുടെ മാത്രം പെർസ്പെക്റ്റീവ് ആണെന്ന് കരുതി ഡോക്ടർ, അതാണ് എന്റെ ആൻസർ. ഞാൻ ആ ആൻസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ സ്വത്തോ അവളുടെ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഒക്കെ മുൻനിർത്തി തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന് മറ്റേത് കൂടിയിട്ട്, അതായത് വികാര വിക്ഷുബ്ധത കൂടിയിട്ട് ചെയ്യുന്നത്. ഐ മീൻ വികാര വിക്ഷുബ്ധത, മറ്റേത് ഇൻ ദ സെൻസ് വികാര വിക്ഷുബ്ധതയാണ് ഉദ്ദേശിച്ചത്. ആ വികാര വിക്ഷുബ്ധത കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ പെർസ്പെക്ടീവ്. പ്രായത്തിന് മൂത്ത കല്യാണം കഴിക്കുന്ന എല്ലാവരോടും പോയിട്ട് പറയൂ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. പോരെ? അല്ല, അത് അവരനുഭവിക്കട്ടെ. ഞാൻ എന്തിനാ പറഞ്ഞു? ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അവർക്ക് കേൾക്കാം, കൊള്ളാം, തള്ളാം. എന്നാൽ എന്റെ അഭിപ്രായം നിങ്ങളുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. അതിനൊരു അഭിപ്രായം എന്ന് പറയാൻ പറ്റും. അഭിപ്രായം ഇല്ലാത്ത എപ്പോഴാണ് പറയുന്നത്? ഈ സൈലന്റ് ആയിട്ടിരിക്കുന്നവരും ഇങ്ങനെയുള്ള ന്യൂട്രൽ വേർഡിങ്സ് പറയുന്നവരൊക്കെ എന്താണെന്നറിയോ? സ്വന്തമായിട്ട് അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്റെ ഇമേജിൽ എന്തെങ്കിലും കോണ്ടത്തുള്ള ഭയം, ഡോക്ടർക്ക് അന്ത ഭയം. എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിന് സംസ്കാരത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു സംഭവത്തെക്കാൾ കൂടുതൽ ഈ ഏജ് ഡിഫറൻസ് എല്ലായ്പ്പോഴും ഇമോഷണലി ഭയങ്കര ഫെയിലിയർ ആക്കുന്നുണ്ട് ആൾക്കാർ. ആ ഒരു മാരേജ് വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ടിൽ ദ എൻഡ് ഓഫ്. ഇപ്പോൾ വേണമെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, അഞ്ജലിയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ അയാൾക്ക് മാത്രമാണ് ഈ പറയുന്നത് നമ്മുടെ ഒരു മുമ്പിൽ ഏറ്റവും ഭയങ്കര ഏജ് ഡിഫറൻസിലുള്ള ആൾക്കാരെ മുന്നോട്ട് പോകും. ബാക്കി മിക്ക ഒരു കേസുകളിലും പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ളവരെ നമ്മുടെ മക്കളുടെ പ്രായമുള്ളവരുമായിട്ട് വിവാഹം കഴിക്കുമ്പോൾ ആ ഏജ് ഡിഫറൻസ് അവരെ ഇമോഷണലി വല്ലാതെ കുറച്ച് പോകെ അത് വല്ലാതെ ആ ഒരു മാരീഡ് ലൈഫ് ഫെയിലിയർ ആക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വാർത്തകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കേസിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പ്രായം കൂടുതലുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും പ്രായം കുറഞ്ഞുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും ഏത് രീതിയിൽ കല്യാണം കഴിച്ചാലും കല്യാണങ്ങൾ ഇപ്പോൾ ലവ് മാരേജസ് മാത്രമേ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ, അറേഞ്ച് മാരേജസ് മാത്രമേ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു സിറ്റുവേഷൻ. ഇപ്പോൾ എല്ലാം അനുസരിച്ച് അച്ഛനമ്മമാർ പറയണത് മാത്രം കേട്ട് കല്യാണം കഴിച്ച കുട്ടികളുടെ ജീവിതം ഓക്കെ അല്ല. ഈ പറയുന്നത് പോലെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു ദിവസം ഇറങ്ങിപ്പോകുന്ന അങ്ങനെയുള്ള കുട്ടികളുടെ ഇത് മാരേജ് എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അത് മിക്ക സിറ്റുവേഷൻസിലും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻ നമുക്ക് അഭിപ്രായം പറയണതിന് ചില പരിധിയുള്ള ഓഫ് ഗാർഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, എന്ത് തന്നെയായാലും നമിച്ചിരിക്കുന്നു.